BJP നേതാക്കൾക്കോ ഈ നാട്ടിലെ എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. BJP നേതാക്കന്മാരെന്ന് പറയുന്നതും അവർ സ്വന്തമായ അഭിപ്രായമുള്ളവരാണ്. ഇന്നലെ MT രമേശ് എന്താണ് പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ? അതെ അതെ അതെ. അപ്പം അപ്പൊ അതേപോലെ ഈ നാട്ടിൽ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്നേ. ഇപ്പൊ ഒരു സിനിമ പുറത്തു വന്നു, ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കേരള സ്റ്റോറി വന്നപ്പോഴ്, കാശ്മീർ ഫയൽസ് വന്നപ്പോഴ് ഈ നാട്ടിലുണ്ടായിരുന്ന ഹേറ്റ് ക്യാമ്പയിൻ എന്തായിരുന്നു നമ്മൾ കണ്ടതാണ്. അത് അങ്ങനെയുള്ള ഒരു നാട്ടില് തിരിച്ചും ഉണ്ടാകും. അവിടെ ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ആൾക്കാരെ പിടിച്ചു കെട്ടാനൊന്നും പറ്റില്ല. അവരവർക്ക് തോന്നിയത് ഒരു കൺവിൻസായ അഭിപ്രായങ്ങൾ ആൾക്കാർ പറയും. അതിൻ്റെ അകത്ത് BJP നേതൃത്വത്തിലുള്ളവരുണ്ടാകും, BJP പ്രവർത്തകർ കാണും, സംഘപരിവാറിനെ എതിർക്കുന്നവർ കാണും, അനുകൂലിക്കുന്നവർ കാണും, ഒക്കെ ഉണ്ടാവും. എന്താ ഈ നാട്ടിലെ അങ്ങനെ ചെയ്യാൻ പാടില്ലേ? അല്ല, ഞാൻ സിനിമ ബഹിഷ്കരിക്കണം എന്ന ആഹ്വാനം തെറ്റാണോ? എന്ന നിലയ്ക്ക് അങ്ങനെ പ്രത്യക്ഷത്തിലൊരു ഇടപെടലിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാമർശത്തിലേക്കോ ആൾക്കാർക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടാവുന്നേ. ആൾക്കാർക്ക് അങ്ങനെ ഇപ്പൊ കാര്യമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർ അവരവരുടേതായ രീതിയിലാണ് പ്രതികരിക്കുക. ആൾക്കാർ എന്താ അങ്ങനെ പ്രതികരിക്കുന്നത് തെറ്റാണോ? ഇല്ല, അങ്ങനെ പാടില്ല. അതിനുള്ള അവകാശം ഈ നാട്ടിലില്ലേ? ഉണ്ട്. അയ്യോ, ഉത്തരവില്ലേ ഉള്ള കാര്യം. അല്ല, ഈ ഒരു വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇങ്ങനെ സജീവമായി ഇപ്പോൾ MT രമേശ് പറഞ്ഞ കാര്യം പറഞ്ഞു. അദ്ദേഹം വളരെ ഇതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ഒരു സിനിമ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ബാധിക്കുന്നതാണോ? 3-ാം വട്ടവും ഭരിക്കുന്ന സർക്കാരാണ്. എത്രത്തോളമാണ് RSSന്റെയും BJPയുടെയും കരുത്ത് രാജ്യത്തുനിന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഒരു സിനിമ വന്നതുകൊണ്ട് അതിനെ ഒന്നും ബാധിക്കില്ല എന്ന് MT രമേശ് പറയുന്നുണ്ട്. പക്ഷേ മറ്റു ചേർന്ന് നിൽക്കുന്നവരാണ് എമ്പുരാൻ വാര്യംകുന്നനായി മാറി എന്നൊക്കെ RSSുമായി ചേർന്ന് നിൽക്കുന്നവരാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട്. അതുകൂടിയാണ് ഞാൻ പറഞ്ഞു. വേറൊന്നുമല്ല, ഈ നാട്ടിൽ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ അഭിപ്രായം ഓരോരുത്തർ ഈ നാട്ടിലെ ഭരണഘടനയും നിയമവും കൊടുക്കുന്ന ആ അവകാശം ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാർ അഭിപ്രായം പറയും. കേരള സ്റ്റോറിക്കെതിരെ പറയാമെങ്കിൽ, കാശ്മീർ ഫയൽസിനെതിരെ പറയാമെങ്കിൽ, എമ്പുരാനെതിരെയും പറയാം. സ്വാതന്ത്ര്യം, അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വൺ വേ ട്രാഫിക് അല്ല. ശരി, അങ്ങക്ക് വ്യക്തിപരമായി തോന്നുന്നുണ്ടോ സെൻസറിങ് കുറച്ചുകൂടി ഇപ്പൊ ഈ പറയുന്ന പോലെ സെൻസറിങ്ങിലെ പിഴവാണ് എന്ന് അങ്ങക്ക് തോന്നുന്നുണ്ടോ? അതോ അത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന നിലയ്ക്ക് അങ്ങ് ഇതിനെ ഞാൻ ആ സിനിമ കണ്ടു ഇന്ന് പോയിട്ട്. എന്നെ അത് ഒരു തരത്തിലും പേഴ്സണലി കണക്ട് ചെയ്യുന്ന ഒരു പടമല്ല. എനിക്കതൊരു സിനിമയായിട്ട് പോലും തോന്നി. ഒരു തരത്തിലും ആ സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒപ്പം പോരുന്ന ഒരു കഥാപാത്രമോ ഒരു കഥാസന്ദർഭമോ ഒന്നും ആ പടത്തിലില്ല. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് എനിക്ക് അതൊന്നും അത്ര എനിക്കതാണ് തോന്നിയത്. ശരി ശരി ശരി, വളരെ നന്ദി ശ്രീ ഷാബു എം പ്രസാദ്.